എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് ഏറ്റവും വിഷമത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ദാനത്തിന് ഏറ്റവും വലിയ വിലയുണ്ടെന്നുള്ളതാണ്. അവരുടെ ആ സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരുണ്ട്. ഞങ്ങളും ഒരു ഭൂമിക്ക് അരികളായല്ലോ എന്നുള്ള ഒരു സന്തോഷം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കേണ്ടായി. അതൊരിക്കലും മറക്കാൻ നമുക്ക് സാധിക്കില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ സാമ്പത്തികമായി സർവ്വതും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ദാനധർമ്മം ചെയ്തിട്ടുണ്ടോ? ഞാനൊരു പ്രവാസിയെ പരിചയപ്പെട്ടു, മുഹമ്മദ് ഷാഫി. 2011 അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകരുന്നത്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും പ്രതീക്ഷയില്ല. എന്താണ് ആ സമയം അദ്ദേഹം ചെയ്തതെന്നല്ലേ? നാട്ടിലേക്ക് കയറിപ്പോകുന്നു. 2.5 ഏക്കർ ഭൂമി അദ്ദേഹം നിരാലംബരായ 50 മനുഷ്യർക്ക് വീതം വെച്ച് നൽകുന്നു. കോൺട്രാക്ട് എടുത്ത ഒരു പ്രോജക്റ്റ് എനിക്ക് വലിയ നഷ്ടങ്ങളുണ്ടാക്കി. പറയാൻ പറ്റുന്ന വലിയ എമൗണ്ടാണ് എനിക്കന്ന് നഷ്ടം ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ അന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതാനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ഇവിടുന്ന് പോയി ഈ 50 ആളുകൾക്ക് സ്വത്ത് കൊടുത്തു എന്ന് പറഞ്ഞത് ആ സമയത്തായിരുന്നു. അൽഹംദുലില്ലാഹ് എനിക്ക് എൻ്റെ അതിന് ശേഷമാണ് എൻ്റെ ആ ഒരു കടങ്ങളൊക്കെ ഒരു 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വീട്ടാൻ സാധിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വിഷമത്തിൽ നിൽക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു ദാനധർമ്മത്തിന് ഏറ്റവും വലിയ വാല്യൂ ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ മതമാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനതിനെ പ്രാവർത്തികമാക്കി നോക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ. അത് വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം എനിക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. പല പ്രശ്നങ്ങളും അതിന് ശേഷം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവം ആയുസ്സും ആരോഗ്യവും തരുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ തന്നെയാണ് തീരുമാനം. 1991 മെയ് 10 പാലക്കാട് ചാലിശ്ശേരി ആലിക്കരയിൽ നിന്നും മുഹമ്മദ് ഷാഫി എന്ന ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ മനസ്സു നിറയെ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ കിട്ടിയതോ ഒരു ചെറിയ ലേബർ ജോലി. മാസം വെറും 400 റിയാൽ മാത്രം ശമ്പളം. ഭക്ഷണവും മറ്റു ചിലവുകളും അതിൽ നിന്ന് തന്നെ കാണണം. എന്നാൽ ആ ചെറുപ്പക്കാരന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മെച്ചപ്പെട്ട ജീവിതമുണ്ടാകണം. അത് തനിക്ക് മാത്രമല്ല, കൂടെ ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും. അതിനുവേണ്ടി ഏത് കഷ്ടപ്പാടുകളും സഹിക്കാൻ അയാൾ തയ്യാറായിരുന്നു. ഇന്ന് മുഹമ്മദ് ഷാഫി 1500-ലേറെ പേർക്ക് തൊഴിൽ നൽകുന്ന 10ഓളം ബിസിനസ് സംരംഭങ്ങളുടെ ഉടമസ്ഥനാണ്. ഈ കാലത്തിനിടയിൽ അനുഭവങ്ങൾ ഏറെയുണ്ട്. ഒരുപാട് സ്റ്റാഫ് ഇവിടുന്ന് എൻ്റെ പിരിഞ്ഞു പോയിട്ട് അവർ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയും എൻ്റെ അതേ മേഖലയിൽ ബിസിനസ് തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, പലരും പറയാതെ പോയിട്ടുണ്ട്, പലരും വഞ്ചിച്ചിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും ഉണ്ട്. പക്ഷെ ആരോടും നമുക്ക് പരിഭവമൊന്നുമില്ല. എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഈ റീലുകളിൽ ഒരു റിയൽ ലൈഫുണ്ട്. RJ നിയാസ് ഈ കുട്ടി.